ശനിയാഴ്ച വരെ നമ്മെ പരിപാലിച്ചു ദൈവമേ, അത്യുന്നതനായ കർത്താവേ, സർവശക്തനായ യേശുവേ, സൃഷ്ടിതാവാം യേശുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ചേർന്ന് ചേർന്ന് ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 24 മണിക്കൂർ 365 ദിവസം സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപാകെ മൂപ്പന്മാർ ദൂതന്മാർ വീണ്ടും വണങ്ങി സൈന്യങ്ങളുടെ നീ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഇന്ന് ചിന്തിക്കായി റോമാ ലേഖനം 8-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. Romans chapter 8 verse 26 and 27. Likewise the Spirit also helps in our weaknesses, for we do not know what we should pray for as we ought, but the Spirit himself makes intercession for us with groanings. He makes intercession for us, for the saints, according to the will of God. ഇത്ര ശ്രേഷ്ഠമായ ദൈവത്തിന്റെ പരിശുദ്ധ വചനമാണ് ഈ രാവിലെ നമ്മൾ ദൈവവചന ധ്യാനത്തിനായിട്ട് തെരഞ്ഞെടുത്തത്. പ്രൈം കേരള കുടുംബാംഗങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മെ പരിപാലിച്ച് വഴി നടത്തിയ യേശു അത്ഭുതകരമായി തുടർന്ന് നമ്മെ വഴി നടത്തും. ചേർന്ന് എല്ലാവരും ചേർന്ന് Hallelujah. We really appreciate everyone who is joining us from different parts of the globe through television and internet. I tell you, Jesus has great things in store for us. യേശുവിന് നമുക്ക് വേണ്ടി വലിയ കരുതലുകളുണ്ട്. Let's stretch out in faith this morning and receive and inherit everything that God has for us. നമുക്ക് ഇന്ന് പകൽ വിശ്വാസത്താൽ യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചത് യേശു നമുക്കായി കരുതിയ സകല നന്മകളും ഈ പകൽ നമുക്ക് അവകാശമാക്കി എടുക്കാം. നമുക്കായി പ്രാർത്ഥിക്കാൻ പോകിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളെ സൗഖ്യമാക്കേണ്ടതിന്, വിടുവിക്കേണ്ടതിന് നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി ഹൃദയ കണ്ണുകളെ തുറന്ന് യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോട് കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ അനേകര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് അവരവരുടെ ഭവനങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, യാത്രകളിൽ, ജോലി മേഖലകളിൽ മുഴുകുവാൻ,
ജോലി കഴിഞ്ഞ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, വാഹനങ്ങൾ ഓടിക്കുവാൻ എല്ലാം ദൈവം നമുക്ക് നൽകി തന്ന ബലം. കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കരങ്ങളും ഉയർത്തി, എല്ലാ കരങ്ങളും ഉയർത്തി. യെസ് ലോർഡ്. കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരോടും സംസാരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് മീതി അങ്ങയുടെ സ്വർഗത്തെ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ വാതിലുകളെ തുറക്കുന്നതിനായി സ്തോത്രം. ദൈവവചനത്തിന്റെ കർത്താവ് ആഴമേറിയ പാഠങ്ങളിലേക്ക് കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് പകർന്നു തരുമാറാകണം. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. Blessed be your holy name, Lord. പാസ്റ്റർ, എനിക്ക് ഈ ആരാധന, ദൈവത്തിന്റെ ആത്മാവിന്റെ വർദ്ധിച്ച സാന്നിധ്യം എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, ദൈവമേ, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം നമ്മൾ 1 മണിക്കൂറേ ഉള്ളൂ, പക്ഷെ അത് എത്ര ശ്രേഷ്ഠമാണ്. ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കത് പ്രോത്സാഹനവും പ്രചോദനവുമാണ്. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു, കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുന്നു, തലമുറകളുടെ ജീവിത നിലവാരങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. എല്ലാത്തിലും എല്ലാ മഹത്വവും യേശുവിന്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രത്യേക വചന ധ്യാനത്തിൽ നമ്മൾ ഈ പവർ വേർഡ്, ശക്തമായി വാക്കുകൾ ദൈവവചനത്തിൽ തിരഞ്ഞെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ്, അതിന് ഗ്രീക്ക് ഭാഷയിലുള്ള വാക്ക് നമ്മൾ പഠിച്ചിരുന്നു, പാരക്ലീറ്റോസ്. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16. അതിൽ പ്രധാനമായിട്ടും യേശു സംസാരിക്കുന്ന ഏറ്റവും മുഖ്യമായ വിഷയം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. John's Gospel chapter 14, 15 and 16. I would encourage everyone to read it and again read it. Jesus gives always importance to introduce the Holy Spirit of God with the mankind. മനുഷ്യനുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ യേശു പരിചയപ്പെടുത്തുമ്പോൾ, പ്രവാചകന്മാർ നേരത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നതാണ്. ആ പരിശുദ്ധാത്മാവിനെ യേശു പരിചയപ്പെടുത്തുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പോയിട്ട് ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ ഗോ, ആൻഡ് വെൻ ഐ ഹാഡ് ഗോൺ, ഞാൻ പോയി കഴിഞ്ഞാൽ ഐ വിൽ സെൻഡ് ദ കംഫർട്ടർ. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കാര്യസ്ഥൻ. അവിടെ പദം കാര്യസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു വാക്സ് അലോങ്സൈഡ്. അത് നേരത്തെ നമ്മൾ പഠിച്ച വാക്ക്. നമ്മുടെ കൂടെ നടക്കുന്നവൻ, നമുക്ക് വേണ്ടി പോയി കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ, ഒരു ദാസനെ പോലെ നമുക്ക് സെർവ് ചെയ്യുന്നവൻ, നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നവൻ. പാരക്ലീറ്റോസ്, PARACLETOS, പാരക്ലീറ്റോസ്, വൺ ഹു വാക്സ് അലോങ്സൈഡ്, വൺ ഹു എയ്ഡ്സ് us, നമ്മെ സഹായിക്കുന്നവൻ. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ നമ്മളിപ്പോൾ വായിക്കുന്നത് റോമൻസ് 8:26. ഒന്നുകൂടെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നൽകുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്. ചേട്ടൻ എന്നല്ല, ആമേൻ. ചേച്ചി എന്നല്ല, ആമേൻ. ഭാര്യ, ഭർത്താവ് അല്ല, അപ്പൻ, അമ്മ അല്ല, ഗവൺമെന്റ് എന്നല്ല, അല്ല. അവണ്ണം തന്നെ, ചേർന്ന് പറഞ്ഞോട്ടെ, അവണ്ണം തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. ഒരിക്കൽ കൂടെ, അവണ്ണം തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കുന്നു. ചിലര് പറയും, ഇന്നലെ രാത്രി വരെ എന്റെ കൂടെ പരിശുദ്ധാത്മാവില്ലായിരുന്നു, എങ്കിൽ ഇന്നങ്ങ് ഏറ്റു പറ, അവണ്ണം തന്നെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ മുതൽ എനിക്ക് തുണ നിൽക്കുന്നു. എന്റെ ഇരുട്ടിലൂടെ പോകുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലൂടെ പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അളവുണ്ട്. അതിനപ്പുറത്ത് ഞാൻ എപ്പോഴും ഒറ്റയായിരിക്കും. ഉദാഹരണം, എത്ര സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും നമുക്കൊരു പകർച്ചവ്യാധി വന്നാൽ നമ്മളെ അവരിൽ നിന്നെല്ലാം മാറ്റും. ആ മാറ്റപ്പെടുന്ന അവസ്ഥയിലും കൂടെ 26-ാം വാക്യം,
അവണ്ണം തന്നെ thank you, Lord. പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. അതുകൊണ്ട് പ്രേയിങ് കേരളയിൽ പരിശുദ്ധാത്മാവിന് ഇത്ര അധികം പ്രാധാന്യം നമ്മൾ നൽകുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ തുണ നിൽക്കാൻ കഴിയുന്നത് പോലെ വേറെ ആർക്കും. ഇന്ന് പകൽ താങ്കൾ ഏകാന്തതയിൽ, വിജനതയിൽ, തള്ളപ്പെട്ട അവസ്ഥയിൽ, മുറിവേറ്റവരായി, ലോകം കൈവിടപ്പെട്ട അവസ്ഥയിൽ, എല്ലാ നിലയിലും തകർന്ന ഒരു അനുഭവത്തിലായെങ്കിലും ഞങ്ങൾ അനുഭവത്തോടെ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം ഇങ്ങനെ വിളിച്ചു പറയട്ടെ. തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് രണ്ട് കരകളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നോട് കൂടെ തുണ നിൽക്കണമേ. വായിക്കാമോ പാസ്റ്റർ അടുത്ത ആ ഭാഗം കൂടെ? വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇപ്പൊ എന്റെ ചിന്ത പ്രേയിങ് കേരളയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാനാണെന്ന്. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ പൊന്നു മോനെ, നിനക്ക് അറിയത്തില്ലടാ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, വചനം പറയുന്നു, കുഞ്ഞ് നിനക്ക് അറിയത്തില്ല പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും. എന്നിട്ട് എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്ത വിഷയം അവിടെയാണ്. പക്ഷവാദം. ഞാനതൊന്ന് വായിക്കട്ടെ. Likewise the Spirit also helps in our weaknesses, for we do not know what we should pray for as we ought, but the Spirit himself makes intercession, intercession, intercession എന്ന ഇംഗ്ലീഷ് പദം, അതിൽ നിന്നാണ് പക്ഷവാദം എന്ന മലയാളം തർജ്ജമ വന്നിരിക്കുന്നത്. അതിൻ്റെ എബ്രായ ഭാഷ, അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ മധ്യസ്ഥത, ഇന്റർസെഷൻ, പക്ഷവാദം എന്ന പദം. അപ്പൊ അതിനും ആ മൂലവാക്ക് എബ്രായ ഭാഷയിൽ ആണ് കുറച്ചുകൂടെ ഈ വാക്കിനേക്കാൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ആശയത്തെക്കാൾ കൂടുതൽ ആഴമേറിയ അർത്ഥം. ഹീബ്രു ഭാഷയിലെ, എബ്രായ ഭാഷയിൽ പാഗ, PAGA, 4 അക്ഷരങ്ങളേ ഉള്ളൂ. പി എഴുതി വെക്കുന്നവർ PAGA, പാഗ means to strike the mark. എവിടെയാണോ ലക്ഷ്യം വച്ചിരിക്കുന്നത് അവിടെ തന്നെ അടിക്കുക, അവിടെ തന്നെ എത്തിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ VSS ISRO ഒക്കെ റോക്കറ്റുകൾ വിക്ഷേപിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ വിക്ഷേപിച്ച പല റോക്കറ്റുകളും ഉദ്ദേശിച്ച ഓർബിറ്റിൽ ലക്ഷ്യസ്ഥലത്ത് എത്തിയില്ല, അത് പോയി. പക്ഷെ ഇപ്പൊ നമ്മുടെ രാജ്യം അങ്ങനെയല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സയൻസ്, നമ്മുടെ സാങ്കേതിക മേഖല ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇത്ര അധികം വികസിച്ചു. അവര് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ അത് എത്തിച്ചേരുന്നു. ആ ഉപഗ്രഹങ്ങളെ എത്തിക്കേണ്ടതിന് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ ഞാൻ ആ റോക്കറ്റിനെ ഇവിടെ ഉപയോഗിക്കട്ടെ. നമ്മൾ കാണുന്നത് റോക്കറ്റ് ആണെങ്കിൽ ആ റോക്കറ്റ് അല്ല ഭ്രമണപഥത്തിൽ ചലിക്കാൻ പോകുന്നത്. റോക്കറ്റിന്റെ ദൗത്യം അത് വഹിക്കുന്ന ഈ ഉപഗ്രഹത്തെ അല്ലെ മറ്റു ഉപകരണങ്ങളെ ലക്ഷ്യസ്ഥലത്ത് എത്തിക്കുക. One who strikes the point, the mark. എവിടെയാണോ ലക്ഷ്യം വച്ചിരിക്കുന്നത് അവിടെ എത്തിക്കുക. നോക്കിയേ, ആ ഇന്റർസെഷൻ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന. കർത്താവേ, ഞാൻ സിനു ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. അത് നമുക്ക്. പരിശുദ്ധാത്മാവിന് അങ്ങനല്ല. ക്യാൻസർ ആണ് സൗഖ്യം, ഒരാൾ കഷ്ടപ്പെടുന്ന വേളയെങ്കിൽ അവനെ അവിടെ നിന്ന് സൗഖ്യമാക്കി ആരോഗ്യത്തിലേക്ക് എത്തിക്കുക. ഓ ഹല്ലേലൂയ. സാമ്പത്തിക കെടുതിയിലാണ് ഒരുവൻ പോകുന്നത്, ആത്മഹത്യയുടെ വക്കിലാണ് ഒരുവൻ പോകുന്നത്. ഒറ്റപ്പെട്ട മക്കളെ ഓർത്ത്, അവർ നേരിടുന്ന കേസുകളെ ഓർത്ത്,
കുടുംബ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ ഓർത്ത്, ബിസിനസ്സിലുള്ള പ്രതികൂലങ്ങൾ ഓർത്ത് വിഷമിക്കുന്ന ജീവിതങ്ങൾ കണ്ട് നമുക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും കണ്ടിട്ടും കാണാതെ പോകില്ല. ആ ദുരവസ്ഥകൾ നമ്മളോട് പറയും, ഇതുകൊണ്ട് താങ്കൾ തീർന്നെന്ന്. പക്ഷെ ദൈവം തന്റെ നിത്യതയിൽ, നിത്യപദ്ധതിയിൽ സൃഷ്ടിതാവാം കർത്താവ് താങ്കളെ എവിടെ എത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവിടെ എത്തിക്കുന്ന ദൗത്യം പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വേണ്ടി ഇന്ന് ചെയ്തു തരുവാൻ ഇഷ്ടം. ഇന്റർസെഷൻ, പക്ഷപാതം എന്നതിൻ്റെ അർത്ഥം എന്ത് വ്യത്യാസത്തിലാണ് നിൽക്കുന്നതല്ലേ? നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതല്ലത്. അതതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം നോക്കിക്കേ. The Holy Spirit is always one who aids me, one who walks alongside me to get me to a place where He wants me to be. ഞാൻ എവിടെ എത്തിച്ചേരണമോ അവിടെ എത്തിച്ചേരേണ്ടതിന് എൻ്റെ കൂടെ നടന്ന് എനിക്ക് വേണ്ടി വഴികൾ തുറന്ന് എന്നെ അവിടെ എത്തിക്കും. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നത്, അവൻ ദുർഘടങ്ങളെ മാറ്റും, ഇരുമ്പോടാമ്പലുകളെ മുറിക്കും, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നമ്മുടെ കരങ്ങളിൽ തരും. വീണ്ടും വായിക്കുന്ന പാഴ്മലകളിൽ അവൻ മരങ്ങളെ വെച്ചു പിടിപ്പിക്കും. പാഴ്മലകളിൽ ആരും മരം നടില്ല, പക്ഷെ അവിടെ നടുന്നൊരു ദൈവം. ഈ പകൽ ഈ പരിശുദ്ധാത്മാവ് താങ്കളുടെ കൊണ്ട് കൂടെ ഉണ്ട്. കരയണ്ട, യേശു നമുക്ക് സഹായകൻ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. രണ്ട് കരങ്ങളും ഉയർത്തി, പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ ഇഷ്ടത്തിനായി ചേർന്ന്, your presence യേശുവേ, എൻ്റെ യേശുവേ, യേശുവേ, എൻ്റെ സകലരും യേശുവേ, എൻ്റെ യേശുവേ, നിൻ സാന്നിധ്യം മതി. പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന്, എൻ്റെ യേശുവേ, യേശുവേ, നിൻ സാന്നിധ്യം. സകല കരകളും ദൈവസന്നിധിയിൽ ഉയർത്തി, വായ തുറന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തി ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എനിക്ക് തുണ നിൽക്കുന്ന ദൈവമാ. മാത്രമല്ല, അവിടുന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് എന്നെ എത്തിക്കുന്ന ദൈവമാ. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ വിഷമിച്ചു, ഞാൻ നിരാശയിലേക്ക് പോയി, ഞാൻ കരഞ്ഞു, ജനലിൽ തൂങ്ങി, ഭിത്തിയിൽ മുഖം തിരിച്ച് കരഞ്ഞു, ചത്താൽ മതിയെന്ന് ചിന്തിച്ചു. Lord, when I was rejected, when I was left alone, I thought it's over. But thank you, Lord, because you stood by me, Lord. അവിടുന്ന് എന്നോട് കൂടെ നിന്നത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. And your purpose to walk along with me is to get me to the orbit where you want me to be, Lord. അവിടുന്ന് ഞാൻ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് എന്നെ എത്തിക്കേണ്ടതിനാണല്ലോ കർത്താവേ അവിടുന്ന് പരിശുദ്ധാത്മാവേ എന്നോടുകൂടെ ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ബെറ്റമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന നല്ല കർത്താവേ, രണ്ട് കരങ്ങളും ഉയർത്തി ലോകരാജ്യങ്ങളിൽ പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് കർത്താവിന് നന്ദി പറയുമ്പോൾ ഞാൻ ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും യെസ്, താങ്കളുടെ ശരീരത്തിൽ, താങ്കളുടെ മുറിക്കകത്ത്, ആ ആശുപത്രികളിൽ യെസ്, രോഗത്തിന് പകരം ദൈവത്തിന്റെ സൗഖ്യം, കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. യെസ്, ഹല്ലേലൂയ. പുതിയ നിലവാരത്തിലേക്ക് നീ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ജീവൻ പകരുന്ന പരിശുദ്ധാത്മാവ്,
ചൈതന്യം പകരുന്ന പരിശുദ്ധാത്മാവ്, ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്, യേശുവിനെ മരിച്ചു വരുത്തുന്ന ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ്. യെസ്, ഗ്ലോറി. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇപ്പോൾ തന്നെ നിന്റെ വാഗ്ദത്തമാണല്ലോ, അന്ത്യകാലത്ത് സകല ജനത്തിനു മേൽ എന്റെ ആത്മാവിനെ പകരോ. ആ വാഗ്ദത്തം അതുപോലെ ഇപ്പോൾ നിറവേറട്ടെ. ആശുപത്രികളിൽ, വീടുകളിൽ, റോഡുകളിൽ, വാഹനങ്ങളിൽ, ജോലി സ്ഥലത്ത്, in the hospitals, in the houses, even on the streets, Lord. Lord, in the corporate business centers, I pray, Father, that the Spirit of God will flow. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം, ഓ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം ഞങ്ങൾ ചോദിക്കുന്നു. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. Holy Spirit of God, you will invade, oh invade, invade our nation, invade our nation, you will invade our nation. Holy Spirit, you will invade our nation, oh Lord. Our lives, Lord, our families, Lord, our education system, Lord, our economic system, Lord, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇപ്പോൾ 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 ഇപ്പോൾ. Oh yes, Jesus, blessed be your holy name. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ഭൂതശക്തികൾ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി വിട്ടുമാറ. ദേശങ്ങൾ ദേശങ്ങൾ സ്വതന്ത്രമായി തീരട്ടെ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. വിജയൻ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കേസിൽ കുടുക്കി ജയിലിലാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകന്റെ നിരപരാധിത്വത്തെ തെളിച്ച് എത്രയും പെട്ടെന്ന് അവൻ ജയിൽ വിമോചിതനാകുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരമുണ്ടെന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ദോഹയിൽ നിന്ന് ജോൺ വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു, ശമ്പളത്തിൽ കുറവാണ്, മകളുടെ വിവാഹം നടക്കണം, പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ആലോചനയിൽ വലിയവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണിയെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശമ്പളത്തിൽ ഒരു വർധന ഉണ്ടാകട്ടെ. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ക്രിസ്തുവിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആരതി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ കിഡ്നി മാറ്റിവെച്ചു, ഫെയിലായി, സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കനാന്യ സ്ത്രീക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുപോലെ ഈ പൈതലിന് മേൽ ഇപ്പോൾ ഹല്ലേലൂയ സൃഷ്ടിപ്പിന്റെ ശക്തി വെളിപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യവതിയായി ഇരിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നീ അതങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. തിരുവനന്തപുരത്ത് നിന്ന് വത്സല വിളിച്ചിരുന്നു. കിഡ്നി സ്റ്റോൺ, വയറിന്റെ വലത്ത് സൈഡിൽ വേദന, പ്രാർത്ഥനയെ ചോദിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സൗദാമിനി കുറ്റിച്ചിറയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ക്യാൻസറാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിക്കുന്നു. എല്ലാ ബാധയും ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അത് പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ സോളമൻ വെച്ചിരിക്കുന്ന മകൾ സ്നേഹ MBBS അഡ്മിഷൻ ലഭിക്കണം. മകളുടെ പനി മാറണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും പൈതൽ ഉണ്ടാകട്ടെ. ഒരു ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് കർത്താവ് എന്നാൽ അഡ്മിഷൻ കിട്ടുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാം, നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3-ാമത്തെ ദിവസം 10 മുതൽ 12 വരെ ലോകത്തിന്റെ അനേക രാഷ്ട്രങ്ങള് ആയിരക്കണക്കിന് ദൈവജനം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒന്നിച്ച് ഒരേ സമയം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല ഭാഗ്യത്തിന് അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഹാർവസ്റ്റ് TV കുടുംബം ഈ ഒരു ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ കർത്താവിന്റെ നാമത്തിൽ അവർക്കും അനുമോദനം അറിയിക്കുന്നു. മാത്രമല്ല, നാളെ മുതൽ ഹാർവസ്റ്റ് TV 83 രാജ്യങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു സാറ്റലൈറ്റ് ചാനലായി മാറുന്നതിൽ ഞങ്ങൾ ഹാർവസ്റ്റ് TV കുടുംബത്തെ, പ്രേയിങ് കേരള കുടുംബം അനുമോദിക്കുന്നു. വലിയൊരു വിശാലതയിലേക്ക് ദൈവം വീണ്ടും അവരെ കൊണ്ടുപോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകി ദൈവം ആ പ്രിയ സഹോദരങ്ങളെ പരിപാലിക്കട്ടെ. May the face of the Lord shine on them.
Let them increase and advance. അവർ വർദ്ധിച്ച് ദേശങ്ങളെ കൈവശമാക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്നലെ വൈകിട്ട് ഒരു ടീച്ചർ 5 തെങ്ങിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഫെബ്രുവരി 2-ാം തീയതിയാണ് ആദ്യമായിട്ട് പ്രേയിങ് കേരള പ്രോഗ്രാം ഈ സഹോദരി കാണുവാനിടയായത്. ശേഷം അവർ ആ നാട്ടിലുള്ള എല്ലാവരോടും അതിനുശേഷം പറഞ്ഞു. അപ്പൊ ഇന്നലെ അവർ ജോലി ചെയ്യുന്ന ഒരു സ്കൂളിലെ ആ കോൺവെന്റിന്റെ ഹെഡ് മിസ്സസ് മേരി ഗ്രേസിന്റെ സിസ്റ്റർ മേരി ഗ്രേസിന്റെ ബ്രദറിന് ബ്രെയിനിനകത്ത് ബ്ലഡ് ക്ലോട്ടായി എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ICU ജീവൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും വിടുതലും വ്യക്തമായി ആ മിസ്റ്റർ കുര്യാക്കോസിന് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ളവരും പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയിൽ ആരാധനയിൽ ലോകരാജ്യങ്ങൾ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഒരുപാട് പേർക്ക് പ്രേയിങ് കേരളയുടെ നമ്പറുകൾ കൊടുത്തു. അഥവാ അവർ വിളിക്കുമ്പോൾ, ആവശ്യക്കാർക്ക് വിളിക്കുമ്പോൾ പ്രേയിങ് കേരളയുടെ നമ്പർ അഥവാ തിരക്കാണെങ്കിൽ വേഗം ഈ ടീച്ചറിനെ അവർ വിളിച്ച് അവരുടെ പരാതിയും വിഷമവും വിളിച്ചു പറയാറുണ്ട്. ആ ടീച്ചറിനോട് പറഞ്ഞത്, ഒരുപാട് വിഷയങ്ങളിൽ വിഷമിച്ചിരുന്നു. കർത്താവ് അനേകം വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുത്തു. ഇളയ മകളുടെ കമ്മല് കാണാതെ പോയി. കടൽ തീരത്ത് കടലിന്റെ സമീപയാണ്. കടലിന്റെ മണ്ണിനകത്ത് ഒരു സ്വർണ്ണം കമ്മൽ പോയാൽ അതിന്റെ സ്ഥിതി ചിന്തിച്ചു നോക്കൂ. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി അതുവഴി നടന്നു. അമ്മച്ചിയുടെ കണ്ണിൽ അത് പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയിരുന്ന സ്വർണം ഇവരുടെ കയ്യിൽ തന്നെ വന്നു കിട്ടി. സ്വർണം കടൽക്കരയിലെ മണ്ണിനകത്തു നിന്ന് കിട്ടിയാൽ ആർക്കാണ് അതിന് അവകാശമുള്ളത്? ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ചെറുതും വലുതുമായ ഏതു രംഗത്തേക്ക് ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച് നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ, കണ്ണുനീര് തുടയ്ക്കുവാൻ, ബലപ്പെടുത്തുവാൻ കഴിയുന്ന പരിശുദ്ധനായ കർത്താവ് He is seated on the throne. He is seated on the throne. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. ദൈവത്തിന്റെ മക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. RCCയിൽ നിന്ന് ബിജു വിളിച്ചിരിക്കുന്നു. അനന്യ എന്ന കുട്ടിക്ക് റേഡിയേഷൻ തുടങ്ങിയിരിക്കുന്നു. ബുധനാഴ്ച ആണ് തുടങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, അനന്യയ്ക്ക് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കരം നീ വെളിപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എത്രയും വേഗം തന്നെ കർത്താവ് ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാവേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർണാടകയുടെ ധാർവാഡിൽ നിന്ന് ലിഡ്സി വിളിച്ചിരിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കണം, നാട്ടിൽ വന്ന് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, മകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവളെ മാനിച്ചാട്ട് കർത്താവെ, നാട്ടിൽ വന്ന് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ, അവിടെ നല്ല ആഗ്രഹത്തെ അങ്ങ് മാനിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് രമണി വിളിച്ചിരിക്കുന്നു. മകൾ രഞ്ജുവിന് ശ്വാസം മുട്ടലിന് ഭാരപ്പെടുന്നു. പ്രിയ പിതാവേ, മകൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കരം വെളിപ്പെടുത്തുമാറാണമേ. പൂർണ്ണമായ വിടുതൽ ജീവിതത്തിന് ഉണ്ടാവട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രേമ ഗുരുവായൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് യൂട്രസിൽ മുഴ, തലമുടി കൊഴിയുന്നു, മകളുടെ വിവാഹം നടന്നിട്ടില്ല. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച, യൂട്രസിലെ മുഴ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. സകല രോഗത്തിന്റെ കെടുതികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, അവർക്ക് നല്ലൊരു പങ്കാളിയെ കർത്താവെ അങ്ങ് കൊടുത്താട്ട് അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്നും ഷാനി വിളിച്ചിരിക്കുന്നു. സന്ധിവാദത്താൽ ഭാരപ്പെടുന്നു. അതുപോലെ കണ്ണിന് പ്രോബ്ലം ഉണ്ട്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഷാനിക്കും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക വിടുതലുകൾ ഈ ജീവിതങ്ങൾ അനുഭവിപ്പാൻ കർത്താവേ, ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാരീരികമായ എല്ലാ പ്രയാസങ്ങളിലും വിടുതൽ നൽകുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലീലാമ്മ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 2 കാലിനും മരവിപ്പ്. അനിയത്തിയുടെ മകൾക്ക് ബാങ്കിൽ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നു. തൈറോയിഡിനാൽ ഭാരപ്പെടുന്നു. കർത്താവെ, ആന്റിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കാലിനുമുള്ള മരവിപ്പ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അനിയത്തിയുടെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ആ ജോലി കർത്താവെ അവൾ കൊടുത്തിരിക്കുന്നല്ലോ അപ്പച്ച, അതിനുള്ള കർത്താവെ മുൻകാര്യങ്ങൾ അങ്ങ് ചെയ്ത് കൊടുത്താട്ട് ആ തൈറോയിഡ് യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ മനോരമയുടെ 3-ാമത്തെ പേജിലെ കനത്ത മഴ, ജലനിരപ്പ് ഉയർന്നു, മൂലമറ്റത്ത് വൈദ്യുതി ഉൽപാദനം കുത്തനെ കൂട്ടി എന്ന നല്ലൊരു വാർത്തയുണ്ട്. ഇല്ല
ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് വെള്ളത്തിന്റെ അളവ് കൂടുന്നു, മഴ വർദ്ധിക്കുന്നു. സംസ്ഥാനം എല്ലാ നിലയിലും സമൃദ്ധി കൊണ്ട് നിറയട്ടെ. രാജ്യം സമൃദ്ധി കൊണ്ട് നിറയട്ടെ. രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരം, ജനത്തിന്റെ സുരക്ഷിതത്വം, ഭക്ഷണം, ആരോഗ്യം, അതിർത്തികളിൽ സംരക്ഷണം, എല്ലാ മേഖലകളിലും ദൈവിക സംരക്ഷണം ഉണ്ടാകേണ്ടതിന് നമുക്കൊന്നു ചേർന്ന് നമ്മുടെ രാജ്യത്തെ, ഓരോ സംസ്ഥാനത്തെ ഭരണതലത്തിലിരിക്കുന്നവരെ ദൈവിക സമാധാനം എല്ലായിടത്തും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല, അതിർത്തി വരമ്പുകൾ ആയിരിക്കുന്ന സൈനികർ, എല്ലാ നുഴഞ്ഞ കയറ്റങ്ങളും അത് മാറട്ടെ. സംരക്ഷണം ഉണ്ടാകട്ടെ. ആരോഗ്യം ജനത്തിന്റെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭരണകർത്താക്കൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹീതരാകട്ടെ. ഈ രാജ്യം ദൈവിക സമൃദ്ധി കൊണ്ട് നിറയട്ടെ. ഉയർന്ന ധാർമ്മിക മൂല്യ ബോധങ്ങളിലേക്ക് വരട്ടെ. ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ത്യയുടെ യൗവന തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിലില്ലായ്മ ഈ രാജ്യത്തുനിന്ന് മാറട്ടെ. പട്ടിണി മരണം യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്തുനിന്ന് മാറട്ടെ. ദാരിദ്ര്യത്തിന്റെ കോലിനെ അവിടെ ഒടിച്ചു കളയുന്ന ദൈവമാണ്. യേശുവിന്റെ സമൃദ്ധി പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രവചിക്കുന്നു. ഈ രാജ്യത്ത് അത് ഉണ്ടാകട്ടെ. മൂന്നാം കിട രാജ്യം എന്നുള്ള പേര് ഈ രാജ്യത്തുനിന്ന് മാറട്ടെ. ഇത് വികസിത രാജ്യമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 സാറേ പറഞ്ഞാട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നതാണ്. പറഞ്ഞാട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നതാണ്. വേഗം പറഞ്ഞോളൂ, കേക്കാം. എന്റെ പേര് മോഹൻ എന്നാണ്. ലോണുണ്ട്. എനിക്കൊരു ലോണുണ്ട്. അതൊന്ന് തീർത്ത് പ്രാർത്ഥന. ഓക്കെ, ഞാൻ രണ്ട് കാര്യം കേട്ടു. സ്റ്റോണെന്നും കേട്ടു, ലോണെന്നും കേട്ടു. രണ്ടും ഉണ്ടോ? എന്താ? മോഹനൻ, പേര് മോഹനാണ്. ഓക്കെ, ലോണ്. ലോണ്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ മോഹനൻ. ഫോണിൽ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വലിയ വലിയ തുകകൾ കടത്തിൻ്റെ ഭാരത്തിലൂടെ പോയ പ്രിയപ്പെട്ടവർക്ക് യേശു അത്ഭുതകരമായി വഴികൾ തുറന്നു കൊടുക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഒന്നുകിൽ അവരുടെ സുഹൃത്തുക്കൾ, വീട്ടുകാർ സഹായിച്ചു, അല്ലെങ്കിൽ ബാങ്കുകൾ ഇളവ് ചെയ്തു, ജപ്തികൾ മാറി. കർത്താവ് അവരുടെ യേശുവിടെ കണ്ണുനീര് തുടച്ചത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അതേ യേശു താങ്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് പകൽ സാമ്പത്തിക കെടുതിയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദർഭത്തിൽ യേശുവിൽ വിശ്വസിച്ച് ചേർന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയ മോഹനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവർ നേരിടുന്ന സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുതൽ നൽകും. അത്ഭുതകരമായ മറുപടി യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തിക ക്ലേശങ്ങളിലായിരിക്കുന്ന ഓരോ ജീവിതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവേ, അങ്ങയുടെ അത്ഭുത കരം ഇവർക്കായി നീട്ടും. സമുദ്രത്തിലെ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പണത്തെ കൊണ്ടുവരിപ്പിച്ച യേശുവേ, അതേ അത്ഭുതം ഓരോ ജീവിതത്തിനു വേണ്ടി അത്ഭുതകരമായി ഇപ്പോൾ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കുഞ്ഞിനെ ആസ്മായുണ്ട് ഗുണമായ ചോദിച്ചിരിക്കുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യപറ്റമെടുക്കുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങൾ നീതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ തക്കതായ ഒരു തുണിയെ കർത്താവ് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ആന്റണി വിളിച്ചിരിക്കുന്നത് ജൻസി ബ്യൂട്ടി പാർലർ നടത്തുവാണ്. ബിസിനസ്സിൽ ഉയർച്ച വേണം, കടഭാരം വരണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് ഞങ്ങൾ ഈ പ്രിയ സഹോദരനെ കുടുംബത്തെയും യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ബിസിനസ് മേൽ അഭിവൃദ്ധി ഉണ്ടാകുമാറാകട്ടെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടഭാരങ്ങളെ മാറ്റി കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്തിന്റെ ശാന്തം ഒഴിച്ചിരിക്കുന്ന ഹസ്ബൻഡ് മദ്യപാന മരണം പുകവലി കടഭാരമുണ്ട് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ മകനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യം എല്ലാം മദ്യപാന ശക്തി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ട്. ദൈവഗതമില്ലാത്ത എല്ലാ ദുർസ്വഭാവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ നിർത്തൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് സാറ വിളിച്ചിരിക്കുന്നു. ചേട്ടത്തിയുടെ മകൾക്ക് മുഖത്ത് നീരാണ്. സർജറി തിങ്കളാഴ്ച ഉണ്ട്. സാറായുടെ മകളും ഭർത്താവും പിണങ്ങി താമസിക്കുകയാണ്. മകൾക്ക് ടൈലറിംഗ് നടത്തുന്നു. പ്രാർത്ഥിക്കണം കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിയുടെ മുഖത്ത് നീര് യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭിന്നതകളും മാറട്ടെ. യേശുവിന്റെ ഐക്യത അവിടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകട്ടെ. വരുമാന മാർഗത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു മകൾക്ക് എത്രയും വിസ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പൈലനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം വിസ ലഭിക്കാൻ വഴികൾ വാതിൽ തുറക്കണമേ. തടസ്സമനിൽക്കുന്ന എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് സെബാസ്റ്റ്യൻ വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരൻ ദാവീദ് ഡയബറ്റിക് ആണ്. കാലിന്റെ ഒരു വിരൽ മുറിച്ചു. വീണ്ടും മുറിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. പ്രാർത്ഥിക്കണം കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ദാവീദ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം അവന്റെ മേൽ വെച്ചാട്ടെ. പൂർണ്ണമായി വിടുതൽ നൽകിയാട്ടെ കർത്താവ്. ഇനി ആ ശരീരത്തിൽ യാതൊരു പ്രയോഗമല്ലാതെ കാണണം. ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഈ ഓൾട്ടറിൽ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 സാർ. ഹലോ ഹലോ പറഞ്ഞാട്ടാ. ഹലോ ഹലോ എന്റെ പേര് താരിക. ആ ഞാൻ എസ്ഐറ്റില് എന്റെ മകന് വയറ്റിൽ കട്ടി വളർന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. SIT ഹോസ്പിറ്റലില്. SIT-ല്. ഹലോ, കേൾക്കാവോ? കേക്കാം പറഞ്ഞോളൂ. SIT ഹോസ്പിറ്റലിൽ കിടക്കുക. വയറ്റിൽ കട്ടി വളരുന്നു എന്ന് പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തു. സ്കാനിന്റെ റിപ്പോർട്ട് നാളെ കിട്ടുള്ളൂ. മകന് ഭയങ്കര മുട്ടുവേദനയാണ്. അപ്പോൾ നാളെ സ്കാനിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ വേണ്ടിയാണ് വരുന്നത് മുട്ടുവേദന. അപ്പൊ മോനെ ഓപ്പറേഷൻ ഇല്ലാതെ അത് സൗഖ്യമാക്കി കൊടുക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇത് മകന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഹലോ 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 കേക്കാം. മകന്റെ പേര് അതുൽ ദർശൻ. മകന്റെ പേര് അതുൽ ദർശൻ. അതുൽ. ഓക്കെ, ദർശൻ. അതുൽ ദർശൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ മകന്റെ വയറിലൊരു കട്ടി, ഒരു മുഴ വളരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും സിസ്റ്ററെ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകും. പാസ്റ്ററെ, ഒരുപാട് ആയിരക്കണക്കിന് 16,043 പ്രയർ റിക്വസ്റ്റിന്റെ മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പാസ്റ്റർ നിൽക്കുന്നത് 8672 15700 15300. ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ. തീർച്ചയായിട്ടും ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് കർത്താവ് അത്ഭുതകരമായ മറുപടി നൽകും. ഇപ്പോൾ നമുക്ക് വന്ന ടെലിഫോൺ വിവരവും ഒന്ന് ചേർന്ന് നമുക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ രാജൻ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ താങ്കളുടെ സ്ക്രീനിൽ ഈ രംഗം കാണാവുന്നതാണ്. എഴുന്നേറ്റ് വന്ന സ്ക്രീനിലേക്ക് സ്പർശിച്ചുകൊണ്ട് ഈ ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ பரிசுத்தமுள்ள நல்ல ஆண்டவரே, இந்த நல்ல ஆண்டவரே, காலவேளைக்காய் நன்றி செலுத்துகிறோம். ஆண்டவரே, இங்க இருக்கிற ஒவ்வொரு பிரேயர் ரெக்வெஸ்டுக்காய் ஜெபிக்கிறோம். ஆண்டவரே, இருக்கிற கண்ணீர்கள் மாறுவதாக, துக்கங்கள் மாறுவதாக, பிரயாசங்கள் மாறுவதாக, வேயத்தில் இருக்கிற கட்டிகள் மாறுவதாக, ரோகங்கள் மாறுவதாக, இயேசுவின் நாமத்தினாலே ஒரு அற்புத விடுதலை உண்டாவதாக. இயேசுவின் நாமத்தில் கண்ணீர் துடைப்பதாக. இயேசுவின் நாமத்தில் பாரங்கள் மாறுவதாக. இயேசுவின் நாமத்தில் குடும்பங்கள் கட்டப்படுவதாக. இயேசுவின் நாமத்தில் குடும்பங்கள் ஆசீர்வதிக்கப்படுவதாக. இயேசுவின் நாமத்தினாலே ஒரு பெரிய விடுதலை ஆண்டவரே உண்டாகட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபித்து ஜெயம் எடுக்கிறோம். இயேசுவின் மூலம் ஜெபிக்கிறோம் நல்ல பிதாவே, ആമേൻ. കർത്താവ് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ദൈവവചനത്തിലൂടെ ലോകത്തിലെ അനേക ദൈവഭക്തന്മാരിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായ ആലോചന നൽകി. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കും, കണ്ണ് തുറന്നിരിക്കും. അവിടുന്ന് മറുപടി നൽകും. ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ സൗഖ്യവും വിടുതലും കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുന്നു. ഞങ്ങളോടൊപ്പം പ്രാർത്ഥനകൾ, ഈ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങളോടുകൂടെ ഇറങ്ങി നിൽക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസിദാസന്മാരോട്, ദൈവജനത്തോട്, റെയിൻ കേരള കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്യാം. അവസാന വ്യക്തിയുടെ കണ്ണുനീരും യേശു തുടയ്ക്കുന്നത് കാണുവാൻ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. യേശുവേ, നീ നല്ലവൻ. ഷേർലി മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു.
മകൾ നീവതി ജോസഫ് BSc നഴ്സിംഗിന് സെക്കൻഡ് ഇയർ എക്സാം നടക്കുന്നു. ഭയങ്കര ടെൻഷനാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് പരീക്ഷയോടുള്ള ആ ഭയം പുറത്തു പോകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ തന്നെ മകളെ ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ചെങ്ങന്നൂരിൽ നിന്ന് ബെറ്റ്സി വിളിച്ചിരിക്കുന്നു. ഇളയ ആങ്ങളയ്ക്ക് നല്ലൊരു വിവാഹം നടക്കണം. ബെറ്റ്സിക്ക് വിദേശത്ത് ഗവൺമെന്റ് ജോലി ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, ബെറ്റ്സിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക നന്മ കർത്താവേ ജീവിതം അനുഭവിപ്പാൻ തൊക്കെ ഇടയാട്ടെ. കർത്താവ് ആങ്ങളയ്ക്ക് നല്ലൊരു വിവാഹത്തെ നീ ഒരുക്കി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു ജോലി നൽകി മകളെ അനുഗ്രഹിക്കുമാറാണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ലില്ലി മലപ്പുറത്തു നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ മാനസിക രോഗം, ശരീരം പഴുത്തു പൊട്ടുന്നു. മകൻ വിനീതിന് MBBS എക്സാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ സമസ്ത മേഖലയിലും ദൈവിക ആരോഗ്യത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും തൻ്റെ മകളുടെ ശരീരാത്മ ദേഹി വിട്ട് പുറത്തു പോകട്ടെ. ആ മകൻ നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ നിന്റെ പൈതലിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. വൈക്കത്ത് നിന്നും സരസ്വതി വിളിച്ചിരിക്കുന്നു. മക്കളുടെ കടഭാരം മാറേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, കർത്താവേ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആ മക്കളുടെ കടഭാരങ്ങളെല്ലാം മാറട്ടെ. സാമ്പത്തിക സ്രോതസ്സുകൾ അവർക്കായി തുറക്കുമാറാകട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിലാസിനെ ബാലരാമപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ സുനിൽ കുമാർ മദ്യപാനത്തിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ ശരീരാത്മദേഹിയിലുള്ള സകല അന്ധകാരങ്ങളും പുറത്തു പോകട്ടെ. ദൈവ കൃപ കൊണ്ട് അവനെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുബോധം വന്ന് ഈ വീട്ടിൽ സ്വസ്ഥത വെളിപ്പെടുത്തുന്നവനായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. തൃപ്പൂണിത്തറയിൽ നിന്ന് ജെസ്സി വിളിച്ചിരിക്കുന്നു. കടഭാരമുണ്ട്, ഭവനം വേണം, മക്കൾക്ക് നല്ല ജോലി ലഭിക്കണം. പ്രിയപിതാവേ, ഈ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ഉള്ളിലുള്ള ഞരക്കങ്ങളെ നീ മാറ്റുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കുടുംബത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവാൻ നോക്കണം. മക്കൾക്ക് നല്ല ജോലികളെ നൽകി അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ കടഭാരങ്ങൾ മാറട്ടെ. കർത്താവേ, അവർക്ക് നല്ലൊരു ഭാവന ഉണ്ടാവുമാറാട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ, പറഞ്ഞാട്ട് കേക്കാം. ഹലോ, എന്റെ പേര് നിർമ്മല എന്നാണ്. എന്റെ ഭർത്താവിന്റെ പേര് ഡോക്ടർ അലസ് തോമസ്. എന്റെ ഭർത്താവിന്റെ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ്. ഇപ്പൊ കിഡ്നിക്ക് കുഴപ്പമുണ്ടെന്ന് അറിയാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4ാമത്തെ ഡയാലിസിസ് ആണ്. ഇന്നുകൊണ്ട് ഡയാലിസിസ് തീർത്ത കിഡ്നിക്ക് ഒരു കുഴപ്പമില്ലെന്ന് കേൾക്കാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കണം. കിഡ്നിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാനായിട്ട്. ഹസ്ബൻഡിന്റെ പേര് ഒരിക്കൽ കൂടെ വേഗം ഒന്ന് പറയാമോ? നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ നിർമ്മലയാണ് ഇപ്പോൾ ടെലിഫോണിൽ വന്നിരിക്കുന്നത്. ഡോക്ടർ, ഞാൻ കേട്ടത് ശരിയെങ്കിൽ ഡോക്ടർ അനിൽ തോമസ്, അദ്ദേഹത്തിന് ഹാർട്ടിന് സർജറി കഴിഞ്ഞു. അതേ തുടർന്ന് കിഡ്നി ഫെയിലാകുന്നു. 4ാമത്തെ ഡയാലിസിസിലൂടെ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ആ സഹോദരി ആവശ്യപ്പെടുന്നത് ഇന്നുകൊണ്ട് ഡയാലിസിസ് പുറമെയുള്ളത് മാറണം, ശരീരം സ്വതവേ പ്രവർത്തിക്കണം. അത് പ്രവർത്തിപ്പിക്കാൻ സൃഷ്ടിതാവാം യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. 2 കരങ്ങളും ഉയർത്തി ലോകരാജ്യങ്ങളിൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, കിഡ്നി സംബന്ധമായ രോഗത്തിലൂടെ പോകുന്ന മറ്റനേകരുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുണ്ട്. ഈ ഓൾട്ടറിൽ തന്നെ അവരുടെ വിവരങ്ങൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഡോക്ടർ അനിൽ തോമസിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്റെ ശരീരത്തിന്റെ മേല് അതിവേഗമോടുന്ന യേശുവിന്റെ വചനം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം ഇപ്പോൾ ഞങ്ങളുടെ മകന്റെ മേൽ അയക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ മറ്റു രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. Be healed in Jesus mighty name. കർത്താവേ, അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. മാങ്ങാനത്ത് നിന്ന് ബെന്നി പറഞ്ഞിരിക്കുന്നത് മണർകാടുള്ള ഷാജിയുടെ മകന് ഡിഗ്രിയുടെ പോയ പേപ്പർ അത് എത്രയും വേഗം തിരികെ എടുക്കാൻ സഹായിക്കണം. വിദേശത്ത് പോകാൻ സഹായിക്കണം. നല്ലൊരു ഭവനം വേണം. 2ാമത്തെ മകന് ബിടെക്കിന് പഠിക്കുന്ന ഉയർച്ച ഉണ്ടാകണം. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഷാജിയും കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അവരുടെ കുടുംബത്തിന് വെളിപ്പെടട്ടെ. 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഉയർച്ചയും നന്മയും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മൂത്തവന് വിദേശത്തേക്ക് പോകാൻ തക്കണം ദൈവം വഴി തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.
അവൻ ഓമന ചിറങ്കീഴിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ സൗണ്ട് എഞ്ചിനീയറാണ്. നല്ലൊരു ജോലി ലഭിക്കണം, കടഭാരമാണ്. കർത്താവെ, മകൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട് ആ കടഭാരങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പുതുവഴി അങ്ങ് തുറന്നു കൊടുത്താട്ട് ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിന്ന് മാത്യു ഫിലിപ്പ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന മാത്യു, അമേരിക്കയിൽ ഒരു എക്സാം ഉണ്ട്, പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്രിസ്റ്റീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവിടെ എഴുതുന്ന എക്സാമിൽ ദൈവം നിന്റെ കൃപ കൂടി നാട്ടെ ഉന്നതമായ വിജയം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്റ്റെഫി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. തൈറോയിഡിനാൽ ഭാരപ്പെടുന്നു. മകൻ ഷാജിയുടെ മദ്യപാനം മാറണം, കൊടുത്ത പണം തിരികെ ലഭിക്കണം, ഭവനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, ആന്റി അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ തൈറോയിഡ് യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. മകന്റെ മദ്യപാനം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ലഭിക്കാനുള്ള നന്മ യേശുവിന്റെ നാമത്തിൽ തിരികെ ലഭിക്കട്ടെ. പക്ഷേ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടാക്കടയിൽ നിന്ന് വിജയകുമാരി വിളിച്ചിരിക്കുന്നു. വീടിന്റെ ജപ്തി നടപടികൾ മാറിപ്പോണം, 1 ലക്ഷം രൂപയോളം കടമുണ്ട്. അതുപോലെ ഹസ്ബൻഡ് രാജന് കരൾ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ജപ്തി നടപടികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കടഭാരങ്ങൾ കർത്താവ് കൊടുത്തു വിട്ടു എന്താക്കണം, ദൈവിക നന്മകൾ ആ കുടുംബത്തിനെ തുറക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കുമാറാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഗ്രേസി പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഗ്രേസിയുടെ ശരീരത്തിൽ അസ്വസ്ഥതകളുണ്ട്. മരുമകൾക്ക് ദുബായിൽ ഒരു ജോലി ലഭിക്കണം. കർത്താവെ, ആന്റി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ശാരീരിക അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ആ മകളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. മരുമകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവളെ മാനിച്ചാട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഷിബു ജോലി കിട്ടണം, മകൾക്ക് ഫാമിലി വീസ ലഭിക്കണം. 13 പേര് മറിയാമ്മയുടെ ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് ഉപവസിക്കുന്നു. കാരണം ആ ഏരിയയിൽ ബുധന്നൂർ, ചെങ്ങന്നൂർ, ആ ഏരിയയിൽ അവിടെ മാത്രമേ ഹാർവസ്റ്റ് TV കിട്ടുന്നുള്ളൂ. ഇന്ന് മറക്കരുത്, 10 മുതൽ 12 വരെ ഹാർവസ്റ്റ് TVയിലൂടെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉപവാസ പ്രാർത്ഥന TVയിലൂടെ വരുന്നത്. 10,000-കണക്കിന് ആളുകൾ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ഉപവസിക്കുന്നത്. അത്ഭുതകരമായ വിടുതലുകൾ, 100 കണക്കിന് സാക്ഷികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കൊണ്ട് ഞാൻ ഞങ്ങളത് മാറ്റിവെക്കുന്നത്. ഈ വീട്ടിൽ മാത്രമേ ഹാർവസ്റ്റ് TV കിട്ടുന്നുള്ളൂ. 13 പേര് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ എന്തുമാത്രം വിവരങ്ങൾ ഞങ്ങളുടെ പക്കൽ വന്നിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ദിവസം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കും. ആയിരക്കണക്കിന് ദൈവ ദാസിദാസന്മാർ വിവിധ സഭകളിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്കായി മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അവരൊന്നിച്ച് ഞങ്ങൾ ആയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മോടുള്ള ആലോചനകൾ അറിയിക്കും. ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന 3 ദിവസത്തേത് തിങ്കളാഴ്ച മുതൽ താങ്കൾക്ക് ഇത് DVD-യിൽ ലഭ്യമായിരിക്കും. തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം വിളിച്ച് താങ്കളുടെ കോപ്പികൾ ഉറപ്പാക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും. സഹോദരങ്ങൾ അതിന്റെ വിവരങ്ങൾ പറഞ്ഞു തരും. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഒരു നല്ല അനുഗ്രഹവും വിടുതലുമായിരിക്കും ഈ ശുശ്രൂഷ. എത്ര ആളുകൾ ജീവിതങ്ങൾ കർത്താവ് വിടുവിക്കുന്ന കാണാൻ കഴിയുന്നു. മകൾക്ക് +1 അഡ്മിഷൻ വളരെ പ്രയാസമായിരുന്ന സന്ദർഭത്തിൽ മാത്രമല്ല സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടാനുണ്ടായിരുന്നു. വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടിയ വേളയിൽ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. അഡ്മിഷനും സർട്ടിഫിക്കറ്റും ലഭിച്ചു. കണ്ണിനകത്ത് ട്യൂമർ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അത് വലിയൊരളവിൽ മാറിയെന്ന് അജിത പരിമലയിൽ നിന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മകൻ ലെനിന് ഓട്ടിസം പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യമായി വിളിക്കുന്നു. ടിവിയിൽ കൊടുക്കണം. വർഗീസ് പറവൂർ, വൈഫിന് നെഞ്ചുവേദന, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. മകളുടെ കല്യാണം നടക്കണം. കേരളത്തില്, ഇന്ത്യയില്, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും, അമേരിക്ക, കാനഡ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പില്, ഇംഗ്ലണ്ടില്, സ്കോട്ട്ലൻഡില്, ഓ മൈ ഗോഡ്, ന്യൂസിലൻഡില്, ഓസ്ട്രേലിയയില്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും പ്രയിങ് കേരളയിൽ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങളോടൊപ്പം ഒരുപാട് പേര് പ്രാർത്ഥനയിലുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ ശുശ്രൂഷയോട് താങ്കൾ കാണിക്കുന്ന എല്ലാ നല്ല സഹകരണത്തിനും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കും. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരാറുണ്ട്. താങ്കൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ്
ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കണ്ട് ഞങ്ങളെ വിളിച്ചിട്ട് വരാവൂ. ഇവിടെ പരിമിതമായ സ്ഥല സൗകര്യമേ ഉള്ളൂ. ആകയാൽ അത് ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കാട്ടാക്കടയിൽ നിന്ന് ഒരു മാന്യ സഹോദരൻ മിസ്റ്റർ വർഗീസ് ഇവിടെ വന്നിട്ടുണ്ട്. 8 ലക്ഷം രൂപ കടഭാരമുണ്ട്. ബിസിനസ് വീണ്ടും തുടങ്ങണം, ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കണം, മക്കളുടെ വിദ്യാഭ്യാസം തുടരണം, വസ്തുവിന് മേലെ കേസ് അനുകൂലമാകണം, ജപ്തി നടപടി മാറിപ്പോകണം. എന്തുമാത്രം വിഷയങ്ങളില്ല ഒരു പിതാവ് ഭാരപ്പെടുന്നത് തീർച്ചയായിട്ടും ഞാൻ അറിയുന്നു. എല്ലാവരും ആ സന്ദർഭത്തിൽ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ 1 മണിക്കൂറിൽ വന്ന ഇത്രയും വിഷയങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം ലഭിക്കുന്നില്ലല്ലോ. എങ്കിലും സഹോദരങ്ങളെ, ഇവ ഓരോന്നിനും വേണ്ടി ദൈവത്തിൻ്റെ മക്കൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ഉറപ്പായി പറയട്ടെ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. I can assure you that there is a bright future in Christ Jesus. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നിച്ച് നിമിഷം ഈ ആഴ്ചയുടെ അവസാന ദിവസം എന്ന നിലയിൽ, പ്രവൃത്തി ദിവസം എന്ന നിലയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ മതിമറന്ന് കർത്താവിനെ ആരാധിക്കാൻ പോകുക. കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ ആ ഭവനങ്ങളിൽ എല്ലാവരും എഴുന്നേറ്റ്, ആശുപത്രികളിലാണെങ്കിലും നീടിലും ഒക്കെ ഒരു കയ്യിലുണ്ടെങ്കിലും ആ കൈ അനക്കാതെ അവിടെ വെച്ചിട്ട് മറ്റേ കരം ചലിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ മഹത്വം അർപ്പിക്കുവാൻ തയ്യാറായിക്കോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മിസ്റ്റർ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീട്ടും. കടഭാരങ്ങൾ മാറട്ടെ, ക്ലേശങ്ങൾ മാറട്ടെ, പുതിയ ബിസിനസ് ഉളവായി വരട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കും, കേസ് അനുകൂലമായി തീരട്ടെ, മക്കൾ ഉയർച്ചയിലേക്ക് വരട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ലോകത്തിന് ഏതു രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുവാൻ, ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ, പ്രവർത്തന മേഖലയിൽ ആരോഗ്യവും ബലവും ദീർഘായുസ്സും ദൈവിക സംരക്ഷണവും നൽകുവാൻ വലിയവനായ ദൈവം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ദൈവശക്തിയാൽ, ദൈവകൃപയാൽ, ദൈവിക ബലത്താൽ, let the power of the Almighty God descend on everyone's life in Jesus' mighty name. As I pray, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ let the heaven above, their heads be open in Jesus' name. Let there be divine shift in Jesus' name over their lives and territories, Lord. അവരുടെ ജീവിതത്തിന്റെ മേൽ, അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവികമായ വ്യത്യാസങ്ങൾ ഉളവാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ക്യാൻസർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മരിച്ചെന്ന് പറഞ്ഞത് ഇപ്പോൾ ജീവിക്കട്ടെ, ജീവിക്കട്ടെ, ജീവിക്കട്ടെ. Let them live, Lord. Let them live. Let the Almighty God touch them, touch them, touch them, touch them, touch them. തൊട്ട് സുഖപ്പെടുത്ത്, ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്ത്, തൊട്ട് സുഖപ്പെടുത്ത്, തൊട്ട് സുഖപ്പെടുത്ത്, തൊട്ട് സുഖപ്പെടുത്ത്, തൊട്ട് സുഖപ്പെടുത്ത്, തൊട്ട് സുഖപ്പെടുത്ത്. അകം ശുദ്ധമാകട്ടെ, ആന്തരിക സൗഖ്യമുണ്ടാകട്ടെ. കയ്പും പകയും പിണക്കവും വൈരാഗ്യവും ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നത് എല്ലാം അവരുടെ ഉള്ളിൽ നിന്ന് മാറട്ടെ. യേശുവിന്റെ സ്നേഹത്താൽ നിറയട്ടെ. ഈ ജീവിതങ്ങൾ ഉല്ലസിക്കട്ടെ കർത്താവേ, ഉല്ലസിക്കട്ടെ കർത്താവേ. അവർ ഉല്ലസിക്കട്ടെ. Let your people rejoice. Let your people rejoice. Let the joy of the Lord be full. യഹോവയിലെ സന്തോഷം ഓരോരുത്തരിലും ഇറങ്ങട്ടെ. യേശുവിന്റെ സമാധാനം ദേശങ്ങളിലേക്ക് ഇറങ്ങട്ടെ, ദേശങ്ങളിലേക്ക് ഇറങ്ങട്ടെ. Let the joy of the Lord, let the joy of the Lord come, 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 Lord. വരണമേ, വരണമേ. Let your joy, let your joy, അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ബലം. തിങ്കളാഴ്ച പകൽ കാണുന്നത് വരെയും ഇന്ന് രാവിലെയുള്ള പ്രാർത്ഥനയിൽ കാണുന്നപ്പോൾ ദൈവകൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. യേശുവിൽ നമുക്ക് സന്തോഷിക്കാം. കരങ്ങളെ ഉയർത്തി. Yes, Lord. I am lifted
lifted up. ഞങ്ങളുടെ സമീപം പാർക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞായറാഴ്ച പകൽ രാവിലെ 8 മുതൽ 10 വരെയുള്ള ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. പരിമിതമായ സ്ഥല സൗകര്യമേ ഉള്ളൂ എങ്കിൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വിളിക്കുമല്ലോ. തീർച്ചയായിട്ടും യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. In Jesus, you have a bright future. ചേർന്ന your holy presence, you are high and lifted up. You are seated on the throne, Jesus. You are seated on the throne. You are seated on the throne. You are seated on the throne. King of kings, you are seated on the throne. You are seated on the throne. Let your kingdom come. Let your kingdom come. Let your kingdom come. Oh. Yes, Lord. High and lifted up. High and lifted up. Jesus, yes, we praise